സുശീല, എന്താ എന്തു പറ്റി? എന്താ പ്രശ്നം? ഒന്നുമില്ല, സത്യം പറ. നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട്. എന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാണ് നാളെ. നീ ആരെ കൊന്നു? ഞാൻ ആരെയും കൊന്നില്ല. പിന്നെ ഞാൻ വാദിച്ച കേസിന്റെ വിധിയാ നാളെ. നിനക്ക് നിസാരം. എടാ, വിധി പറയുന്നതിന്റെ തലേ ദിവസം ഇരുമ്പഴികളിൽ പിടിച്ച് അന്ധകാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിയുടെ നെഞ്ചിടിപ്പും അരമതിൽ വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഹൃദയത്തുടിപ്പും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനുകൂലമായ ജഡ്ജ്മെന്റ് കേൾക്കുമ്പോ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാകുന്ന ആത്മപ്രഹർഷം, ഒരുതരം സന്തോഷം, ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്നതിനേക്കാളും മഹത്തരമാണടാ അത്. കൃഷ്ണയ്യരും മള്ളൂരും ഒക്കെ. മള്ളൂരോ? അതൊരു കവിയല്ലേ? അത് ഉള്ളൂര്. ഓ, അങ്ങനെ പേരും മാറ്റിയോ? ഉണ്ടായിരിക്കടാ. ഇവരൊക്കെ തങ്ങളുടെ വാക്ചാതുരി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച കോടതി മുറിക്കുള്ളിൽ ദിവസങ്ങളായി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് സുശീലന്റെ വാദമുഖങ്ങൾക്ക് നാളെ തിരശീല വീഴുകയാണടാ. നാളെ ജഡ്ജിയുടെ വായിൽ നിന്നും ആ ശബ്ദം മുഴങ്ങും. എന്നിട്ട് ഉള്ളൂരല്ല, നിന്റെ എല്ലിയ ഊരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. അതേ കേട്ടുള്ളെങ്കിലും നിന്റെ കഥ കൊള്ളാം. തീവെടുത്തു സുശീല, സുശീല തീവെടുത്തത്. പൂജയായിരുന്നു. എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറിപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ. വേണം, കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. പിന്നെ ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം. അതാ നല്ലത്. ഓക്കെ? നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാനിങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കിടിയും പറ്റി അത് കൈമറിഞ്ഞു പോണ്ട. നന്നായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വയ്ക്കാൻ ഇവിടെ ഒരു ഇടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്കായിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറിപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന് സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞും മതി. അയ്യോ, ഇന്നെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജ്ജത്ത് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാല് പുട്ടും കടലയും ഇഡലിയും ദോശയും ചമ്മന്തി എടുത്തോളൂ. 2 ഏത്തപ്പഴം കൂടി. മുനാളി ഐവാച്ചന്റെ കിരാത നടപടികൾ പ്രതിഷേധിച്ച് ഐവാൻ ടൈൽ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറി കവാടം പിക്കറ്റ് ചെയ്യുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ ശ്രീമാൻ കൊഴിഞ്ഞാമ്പാറ ലോലൻ, ജനലക്ഷങ്ങളുടെ കണ്ണിനുണ്ണിയായ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് വിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നു. ആരായത്? ലോലൻ സാറോ? ചേച്ചി ഒരു ചായ. അല്ല സാറേ, ഈ പാവം ഒഴിവാച്ചുള്ള കടവെല്ലാം എടുത്ത ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടക്കത്തിലെ എന്തിനാ മുടക്കുന്നത്? വല്ല പാവങ്ങളും പഴച്ചു പോയിക്കട്ടെ. അത് പിന്നെ കോയിക്കൽ തറവാട്ടുകാർ അവരുടെ നിന്നും ഐവാച്ചൻ ഇവരുടെ നിന്നും പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് ഫാക്ടറി അടിസ്ഥാനപരമായി തന്നെ ഒരു തർക്ക വസ്തുവാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തർക്ക വസ്തുവിൽ ഫാക്ടറി സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ പിന്തിരിപ്പൻ നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ചായ. ചേച്ചി ഒരു ചായ എനിക്കും കൂടി. ഇനിയോ? ഇല്ലെങ്കിൽ കാപ്പി മതി. വേം വേണം. വണ്ടിയെടു. തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണി കൊഴിഞ്ഞാമ്പാറ ലോലൻ. ഇവനെയൊക്കെ തീറ്റി പോറ്റേണ്ട ജോലിയും ബാക്കിയുള്ളവർക്കാ. എത്രയായി? 18 രൂപ 50 പൈസ. ചില്ലറയില്ലല്ലോ സാറേ.
ബാക്കി ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ടൂറിസ്റ്റ് ടാക്സി കിട്ടും. സോ യുവർ ഓണർ, വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഈ കൊലക്കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട എന്റെ കക്ഷി വെറും അപരാധിയാണ്. വാട്ട്? അല്ല, നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും വാദം കേട്ടതിന് പ്രകാരം ഈ കേസിലെ പ്രതിയായ സത്യനാരായണനെതിരായ കൊലക്കേസ് നിലനിൽക്കത്തക്കതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ ഈ കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷ കിട്ടുവാൻ പ്രതി സത്യനാരായണൻ അർഹനാണ്. എങ്കിലും പ്രതിയുടെ പ്രായവും കുടുംബ പ്രാരാബ്ദങ്ങളും പരിഗണിച്ച് പ്രതി മോഷ്ടിച്ച വാഴക്കുലയുടെ വിലയായ 75 രൂപയും കോടതി ചിലവ് 400 രൂപയും വാദിക്ക് കൊടുക്കുവാനായി ഇതിനാൽ കോടതി ശിക്ഷ വിധിക്കുന്നു. മുതലാളി രാവിലെ തന്നെ എങ്ങോട്ടാ? ഫാക്ടറി അടച്ചു പൂട്ടിയിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ആത്മാഭിമാനത്തിന്റെ മുന്നിലാണ് മിസ്റ്റർ ഐവാൻ നിങ്ങൾ കൊഞ്ഞണം കുത്തുന്നത്. കമ്പനി തുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ കമ്പനി തുറപ്പിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നത്. ചിക്കാഗോയിൽ ചിന്തിയതും പുന്നപ്പറവയാറിൽ ഒഴുകിയതും ഒരേ രക്തമാണെന്നത് നിങ്ങളെപ്പോലുള്ള പിന്തിരിപ്പൻ മൂലാച്ചികൾ മറന്നു കളയുന്നു. മിസ്റ്റർ ഐവാൻ, നിങ്ങൾ കാലത്തിന്റെ ചുവരെടുത്തിന് മുന്നിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എന്തൊക്കെ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചുടിചോരയെന്നും മൂരാച്ചി എന്നൊക്കെ പറഞ്ഞ് കാലത്ത് തന്നെ ഭീഷണിപ്പെടുത്താതിലോല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്തൊന്ന് സംസാരിക്കാം. വാ. ആ മാല അങ്ങോട്ട് ഊരിയിട്ടേ. എന്താ കല്യാണത്തിന് പോവാ? മാലിട്ട് ടാറ്റയും ബെർലയും മുതൽ താഴോട്ടുള്ള ഏതൊരു ബൂർഷ്വാ മുതലാളിയും ഇന്ന് വരെയും തൊഴിലാളികളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒന്ന് തന്നെയെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ നിർദാക്ഷിണ്യം അവഹേളിച്ചു. ഇനി ഞങ്ങൾ പിന്നോട്ട് പോകില്ല മിസ്റ്റർ ഐവാച്ചൻ. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച ചരിത്രം തൊഴിലാളി വർഗത്തിനില്ല. മുന്നോട്ട് വെച്ച കാലം അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിനി പിന്നോട്ട് വലിച്ചിട്ട് ലോക തൊഴിലാളികൾക്ക് ഒരു അപമാനം വേണ്ട എന്റെ ലോല. നിങ്ങൾ പരിഹസിക്കുകയാണോ മിസ്റ്റർ ഐവാച്ചൻ? ഓരോ തൊഴിലാളിക്കും ജീവിത വിലസൂചി ഉയർന്നതിന്റെ പേരിൽ 600 രൂപ മാസം കൂടുതൽ അനുവദിക്കുക, 25% ബോണസ്, ഓവർ ടൈം നിർത്തലാക്കി കൂടുതൽ തൊഴിലാളികളെ ജോലിക്കെടുക്കുക, ഇതിനൊക്കെ പുറമെ തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് മിസ്റ്റർ ഐവാൻ. എടോ തൊഴിലാളി നേതാവേ, ഞാൻ ഈ കമ്പനി എങ്ങനെയാ തുടങ്ങിയത് എനിക്കറിയോ? അത് പാർട്ടിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയണം. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് കുറെ നേരമായാലോ താൻ കിടന്ന് പ്രസംഗിക്കണേ. എന്റെ വീടും പറമ്പും എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണയം വെച്ചാ ഞാൻ ഈ കമ്പനി തുടങ്ങിയത്. ഇവിടെയുള്ള 10-15 സാധുക്കൾക്ക് പണിയും കിട്ടും, അതീ കൂടെ എനിക്കും ജീവിക്കാലോ എന്നൊരാശ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിന് താൻ ഈ ടാറ്റാനും ബിർലേനും ഒക്കെ എന്തിനാണോ ഈ ഓടിന്റെ ഇടയിലേക്ക് വലിച്ചിരുന്നേ? ഏട്ടോ ലോല, കഴിഞ്ഞ 6 മാസമായി ഈ കമ്പനി നടത്താൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ചോര കുടിച്ചിട്ട് തനിക്ക് എന്തോ കാര്യം? എന്റെ തൊഴിലാളികളും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. കാര്യം പോടോ. എന്തായി നേതാവേ? സ്നേഹിതരെ, നമ്മുടെ ന്യായമായ അവകാശങ്ങളെ പിച്ചിച്ചീന്തി ഒരു സമരത്തിലേക്ക് നമ്മളെ തള്ളിവിട്ട ഈ മൂരാച്ചി ഒത്തുതീർപ്പിന്റെ പേരിൽ എന്നെ വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒത്തുതീർപ്പിന്റെ പാത എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. 15 തൊഴിലാളി കുടുംബങ്ങളെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാനല്ല, നിങ്ങൾ ഈ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നില്ലേ ഈ കൊരങ്ങനാ. ഇവൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, നശിപ്പിക്കാനാ. മോനെ എനിക്ക് ഈ ലോലനെ മനസ്സിലായിട്ടില്ല. ഊഴിച്ചോ, എന്നെ കുടുംബത്തോടെ തട്ടിക്കളയും ഞാൻ. കഴിവേറി
ഇന്നലെ ജോലിച്ചർ എന്റെ അടുത്ത് പറയായിരുന്നു, എന്റെ കൂടെ കൂടിയതിനു ശേഷമാണ് നിന്റെ സമയം നന്നായതെന്ന്. ആ. ഇനി നിനക്ക് ഒരപകടവും ഉണ്ടാവില്ല. ഇതാരടാ ഈ അണ്ടർവെയർ വണ്ടി ഓടിക്കുന്നത്? അവൾ ആരാണെന്ന് തിരക്കാനാ നിനക്ക് നേരം? എന്റെ കുറുക്കുളുക്കി. അയ്യോ പോട്ടെ, സാരമില്ല. എവളെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചതിനിടയില 5-6 പേര് കയറി വന്ന് എന്നെ പെരുമാറിയിട്ട് പോയതും അന്നും എന്റെ കുറുക്കുളുക്കി. എവളെ കാണുന്നതിന്റെ അന്നെല്ലാം എന്റെ കുറുക്കുളുക്കും. ഭാഗ്യം. അല്ല, എന്റെ കുറി കുളിക്കില്ലല്ലോ എന്ന് പറയായിരുന്നു. പോട്ടെ, സാരമില്ല, നീ വാ. ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറിപ്പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായം വാറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനാ ഇടിച്ചു കയറുന്നേ? നല്ല നാടൻ നേന്ത്രപ്പഴം. ആ കൊലങ്ങി വാങ്ങിച്ചാലോ? പഴംപൊരി ഉണ്ടാക്കാനാ? അത് വേണ്ട. പഴം റോസ്റ്റ്? അതും വേണ്ട. എന്നാ പിന്നെ വെറുതെ പുഴുങ്ങി തിന്നാം. അതൊക്കെ ചീപ്പാണ് സുശീല. ഞാനൊരു ഉഗ്രം പ്രിപ്പറേഷൻ പറഞ്ഞുതരാം. നേന്ത്രക്കായ എടുത്ത് ചെറുതായിട്ട് നുറുക്കുക. എങ്ങനെ, തൊലിയോടെ? തൊലി കളഞ്ഞേക്ക്. എന്നിട്ട് 1 കിലോ നെയ്യ്, 2 കിലോ ശർക്കര, ഏലം, ചുക്ക്, ഗ്രാമ്പ് ഇവ സമാസം. എന്നിട്ട് വേവിച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കുക. തേങ്ങാപ്പാലെടുത്തൊഴിച്ച് തിളപ്പിച്ച് വരട്ടി വാറ്റിയെടുക്കുക. നേന്ത്രപ്പഴ പ്രഥമൻ. എന്നിട്ട് വായ്മൂടി കെട്ടിയ ഒരു കുടത്തിലെടുത്ത് നിന്റെ നിറുകം തലയെ തല്ലി പൊട്ടിക്കുക. എടാ, ഒരു സാമ്പാറിനുള്ള കൂട്ടങ്ങൾ എങ്ങനെ വാങ്ങിക്കുന്നോർത്ത് പാടുപെടുമ്പോഴാണ് അവന്റെ പ്രമദനും വായ്മൂടി കെട്ടിയ കൊടവും. വെറുതെ മനുഷ്യനെ പറഞ്ഞു കൊൽപ്പിക്കല ഹരിചന്ദ്ര. ആ, ചോദിക്കാൻ വിട്ടുപോയി, നിന്റെ കൊലക്കേസിന്റെ കാര്യം എന്തായി? കേസ് വിജയിച്ചു. അപ്പൊ പ്രതി കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊലക്കയറിൽ നിന്ന് ഊരിക്കൊടുത്തോ അതോ കൊല കയറിൽ നിന്ന് ഊരിക്കൊടുപ്പിച്ചോ? വാഴക്കൊല. അപ്പൊ നീ കോടതിയിൽ വന്നിരുന്നു അല്ലേ? വന്നിരുന്നു, എല്ലാം കാണുകയും ചെയ്തു. ഓ, വിധി പ്രഖ്യാപിക്കുന്നതിന്റെ തലേന്നുള്ള നിന്റെ ടെൻഷൻ ഞാൻ കണ്ടു. എന്നാൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ലോയർ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു സുശീല. നീ കളിയാക്കിക്കോ. കോടതിയിലെ ക്രിമിനൽ ലോയർ സുശീലൻ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ നിത്യവൃത്തിക്ക് വേണ്ടി അലയുന്ന ഒരു കേസിലെ വക്കീലാടാ. കോട്ടുവിട്ട് കോടതി വരാന്തയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ക്രിമിനൽ വേസ്റ്റ്. ഇരിക്കാൻ പറഞ്ഞില്ല. എന്താ കാര്യം? ഞാനൊരു പരാതി പറയാൻ വന്നതാ. എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ, ഓ, തൊഴിൽ തർക്കമാണല്ലേ? അതെ. ഇരിക്കെ. അവരെന്നെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. സാർ എനിക്ക് സംരക്ഷണം തരണം. ഏതായാലും താനിവിടെ ഇരിക്കെ, ഞാനൊന്ന് ASI കണ്ടിട്ട് വരാം. അപ്പൊ SI അല്ലേ? അല്ല, ഹെഡ് കോൺസ്റ്റബിൾ. പക്ഷെ ASI ആവും 6 മാസത്തിനകം. താൻ അവിടെ ഇരിക്കും. അയ്യേ, പോലീസ് സ്റ്റേഷനിലൊക്കെ ആദ്യമായിട്ടാണല്ലേ? അതെ സാറേ. അപ്പോ സ്റ്റേഷനിലെ രീതികളൊന്നും അറിയില്ലാന്ന് സാരം. ഞാൻ ASIയോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൊഴിൽ തർക്കമായതുകൊണ്ട് ഒരു 500 രൂപ അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അതാണോ അതിന്റെ ഒരു രീതി? ചെല്ലേ. താൻ എന്തോടോ പൊട്ടം പൂരം കണ്ടോടോ നോക്കി നിൽക്കുന്നേ? അങ്ങോട്ടിട്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ പോകുമ്പോ ഹെഡ് കോൺസ്റ്റബിളിന് ഒരു 200 രൂപ കൊടുത്തേരെ. അതാ അതിന്റെ രീതി. ഓ, 25 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇന്നു വരെ കൈക്കൂലി ഞാൻ കൈകൊണ്ട് മേടിച്ചിട്ടില്ലടൂ. അതുകൊണ്ട് ഇങ്ങോട്ടിട്. ഇട്. പിന്നെ ആ കോൺസ്റ്റബിളന്മാർക്കൊക്കെ ഒരു 50 രൂപ വീതം അങ്ങ് കൊടുത്തേരെ. അതാ ഇവിടുത്തെ ഒരു രീതി. ഇനി വേറെ എന്തെങ്കിലും രീതികൾ വല്ലതും ഉണ്ടോ? താൻ ധൈര്യമായിട്ട് ചെല്ലേ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു. പിന്നെ യൂണിയൻകാരെ പിണക്കിയിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ധാരണയൊന്നും വേണ്ട. ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മയിക്കട്ടെ. ചെല്ലേ.